പറയുമ്പോഴും 100 പവൻ എന്തിനു കൊടുക്കുന്നു? പുരുഷന്മാരെ കൊണ്ട് സംസാരിക്കേണ്ട ഇവിടെ ആരെങ്കിലും എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളി, ഒന്നും പറയാനില്ല. ആസിഫ് ഒരു ഇപ്പോഴും നല്ല പാക്ഡ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഇത് ഫാമിലി ക്ലീൻ ഫാമിലി എന്റർടൈനർ, എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം. സൂപ്പർ പടം, അടിപൊളി കിണ്ണം പരിപാടിയാണ്. എന്താണെങ്കിലും മസ്റ്റ് വാച്ച് പടം ഉണ്ടോ? അടിപൊളി. ചർച്ച ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതേവരെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല ആണുങ്ങൾ കൊണ്ട് സംസാരിക്കാനായിട്ട്. എന്താണെങ്കിലും തീർച്ചയായിട്ടും എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? പുരുഷന്മാരെ കൊണ്ട് സംസാരിക്കേണ്ട ഇവിടെ ആരെങ്കിലും എന്തായാലും മസ്റ്റ് വാച്ചാണ്. ആണുങ്ങളെല്ലാവരും കാണുക. ആസിഫ് അലി കിണ്ണനാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആസിഫ് അലി പൊളിയാണ്. പടം നല്ല പടമാണ്. കോമഡിയാണ്. എന്താണ്? ഇല്ലല്ല, അതൊരു സീരിയസ് സബ്ജക്റ്റാണ്. ഒരു ഫാമിലി, ഒരു ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രണ്ടുപേര് ഒരു വിവാഹ ജീവിതത്തിൽ തുടർന്നുണ്ടാവുന്ന ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. ആസിഫ് അലിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. പുതിയ സംവിധായകൻ്റെ ആണെന്ന് തോന്നുന്നില്ല. അത്രയും നല്ല ഒരു കണ്ടന്റ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമ. നല്ല പടങ്ങളൊക്കെ സൂപ്പറാണല്ലോ. അതെ അതെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരിയസ് സബ്ജക്റ്റ്. അദ്ദേഹം വളരെ അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അത്ര വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്. പടം നല്ല മൂവിയാണ്. ഫാമിലി എല്ലാവരും വന്ന് കാണണം. പുരുഷന്മാർക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാരും ഇഷ്ടംപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇല്ല, തീർച്ചയായിട്ടും ആസിഫ് അലി മാത്രമല്ല, സബ്ജക്റ്റ് ആകെ മൊത്തം നന്നാണ്. ആസിഫ് അലി നല്ല ഇമോഷണൽ സീനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. അല്ല, ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി പോയി കാണേണ്ട ഒരു പടമാണ്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ സംവിധായകൻ്റെ ഒരു വരവാണ്. പൊന്മാനൊക്കെ പോലത്തെ ഒരു സിനിമ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കംപ്ലീറ്റ്ലി വേറെ ടൈപ്പ് പടമാണ്. അടിപൊളി പടമാണ്. ആഭ്യന്തര കുറ്റവാളി അടിപൊളി പടമാണ്. അതൊരു പുരുഷപക്ഷം സംസാരിക്കുന്ന ഒരു ആദ്യ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ പുരുഷന് വേണ്ടി സംസാരിക്കുന്ന സിനിമ വന്നിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. താങ്ക് യു. തിയേറ്റർ വാശികളാണ് കണ്ടിരിക്കുക. ആസിഫ് അലിയുടെ പെർഫോമൻസ്, ആസിഫ് അലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് പടം പറഞ്ഞു പോണത്. അപ്പോൾ ഡോറിയുടെ ഒക്കെ പേരിൽ പുരുഷന്മാർ കുറേ കേസുകളിലൊക്കെ അകപ്പെടുന്നുണ്ടല്ലോ. പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ കെട്ടിയോളൻ്റെ മാലായയുടെ പോലെയൊക്കെ വേറൊരു വേർഷൻ ആണ് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഫാമിലി വാശികളാണ്. തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. നല്ല പടമാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. ആസിഫ് ഒരു ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ കൈഡ് കൊടുക്കേണ്ടായിരുന്നില്ല. വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അതിൽ തന്നെ നിന്നുകൊണ്ട് അതിനകത്ത് എന്താണ് അതിനകത്തെ തെറ്റ് എന്നുള്ളതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളല്ലേ. നമുക്കൊരു കാര്യം നമ്മൾ സ്ത്രീധനം കൊടുക്കണ്ട എന്ന് പറയുമ്പോഴും 100 പവൻ എന്തിനു കൊടുക്കുന്നു? സ്ത്രീയാണ് ധനം. എല്ലാത്തിലും ഉപരി പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ഉള്ള ഒരു സഹവർത്തിത്വമാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ. ഈ നാട്ടിലെ നിയമത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ സിനിമ? ഈ നാട്ടിലെ നിയമത്തെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. അതിൽ ജഗദീഷ് ചേട്ടൻ ചെയ്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആ ഓപ്പോസിറ്റ് വക്കീലും ചെയ്ത ക്യാരക്ടർ അദ്ദേഹം കുറച്ച് ജാടയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രിപ്പയർഡല്ല. അഡ്വക്കേറ്റ്സ് പ്രിപ്പയർഡ് ആവാതെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് സഹദേവൻ കാണിച്ചു തന്നു.